If A is a subset of A എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ എന്താണ്? സബ്സെറ്റ് ആണ്. A is a subset of B. എപ്പോഴാണ് അങ്ങനെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുക? If A small letter A belongs to A. അപ്പോൾ A എന്ന് പറയുന്നത് എലമെന്റ് എവിടെ ഉണ്ട്? ബിലോങ്സ് ടു എവിടെ ഉണ്ട്? ക്യാപിറ്റൽ എ ഉണ്ട് അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എങ്ങനത്തെ എലമെന്റ് ആണ് ആര്? ഏത് എ? സ്മോൾ ലെറ്റർ എ. സബ്സെറ്റ് ആവണമെങ്കിൽ എന്താവണം? then ഈ സ്മോൾ ലെറ്റർ എ എവിടെ ഉണ്ടാവണം? ക്യാപിറ്റൽ ബിയിലും ഉണ്ടാവണം. ഇവിടെ കിട്ടിയോ? എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള ആള് എവിടെ ഉണ്ടാവും? എയിലുള്ള ആൾ എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും എന്ന് മാത്രം. കുഴപ്പമില്ലല്ലോ. അതിനെയാണ് എന്ന് പറയുന്നത് സബ്സെറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയില്ലേ മാത്സിൽ നമ്മുടെ ഡെഫിനിഷൻ മാർക്ക് ചെയ്തില്ലേ. സബ്സെറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ക്യാൻസൽ ചെയ്തു അല്ലേ? ഇനി ഒരു സെറ്റ് ആ സെറ്റിനോട് തന്നെ എന്താണ്? ഒരു സെറ്റ് ആ സെറ്റിനോട് തന്നെ എന്താണെന്ന് പറയാം? സബ്സെറ്റ് ആണെന്ന് പറയാം. നേരത്തോടെ ചോദിച്ചു ഈക്വൽസ് ആകെ സെറ്റ് ഉള്ളൂ, ഒരു സെറ്റ് ഉള്ളൂ. വേണമെങ്കിൽ എഴുതി വെച്ചിട്ട് പോയിന്റ് എഴുതി വെച്ചു തൊട്ട് താഴെ മാർക്ക് ചെയ്യാം. Every set A is a subset of itself. അടുത്തത് every set A is a subset of itself. എല്ലാ സെറ്റും ആ സെറ്റിനോട് തന്നെ എന്താണ്? സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ അവിടെ ആകെ എത്ര സെറ്റ് ഉള്ളൂ? ആകെ എത്ര സെറ്റ് ഉള്ളൂ? പറയണം, നിങ്ങൾ റെസ്പോൺസ് തരുമോ? ആകെ എത്ര സെറ്റ് ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? A is a subset of A is a subset of പറയുന്നത് A is a subset of A. അടുത്തത് 5. 5 എന്താ? empty set അല്ലെങ്കിൽ null set അല്ലേ? 5 is subset of every set. 5 എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും എന്തായിട്ട് പറയാം? സബ്സെറ്റ് ആയിട്ട് പറയാം. കാരണം 5 എന്തില്ല? എലമെന്റുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഏത് സെറ്റിന്റെ എന്തായിട്ട് പറയാം? എലമെന്റുകളായിട്ട് സബ്സെറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഒരു സെറ്റ് ആ സെറ്റിനോട് തന്നെ സബ്സെറ്റ് ആണ്. 5 എന്ന് പറയുന്ന നൾ സെറ്റ്, വോയിഡ് സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് എല്ലാ സെറ്റുകളുടെയും എന്താണ്? എല്ലാ സെറ്റുകളുടെയും എന്താണ്? സബ്സെറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ചെയ്യാണ്ട് പിന്നെ സെറ്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പറഞ്ഞാൽ ഇനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. Q is a subset of real numbers. ശരിയല്ലേ? ട്രൂ ഓർ ഫാൾസ്? ട്രൂ അല്ലേ? റിയൽ നമ്പറിലെ എന്താ? എല്ലാ നമ്പറും പെടുന്ന സ്ഥലമാണ് എന്ത്? റിയൽ നമ്പർ. അപ്പോ ക്യൂവിലുള്ള ക്യൂ എന്താ? പഠിക്കണം. ക്യൂ എന്താ? റേഷണൽ സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ്. എല്ലാ റേഷണൽ നമ്പേഴ്സും എവിടെ ഉണ്ടാവും? റിയൽ നമ്പേഴ്സിൽ ഉണ്ടാവും. സോ നമുക്ക് എങ്ങനെ പറയാം? Q is a subset of R എന്ന് പറയാം. അതേസമയം ഇങ്ങനെ പറയാൻ പറ്റുമോ? Z is a subset of natural numbers എന്ന് പറയാൻ പറ്റും? ഇല്ല. എല്ലാ ഇന്റീജേഴ്സും എവിടെ ഉണ്ട്? നാച്ചുറൽ നമ്പേഴ്സിൽ ഉണ്ടോ? ഇല്ല. എങ്ങനെ പറയാൻ പറ്റില്ല? പരീക്ഷയ്ക്ക് വന്നേക്കാം, പഠിക്കേണ്ടി വന്നേക്കാം. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എവിടെ ഉണ്ടാവണം? അപ്പുറത്തുണ്ടാവണം. എന്നാലാണ് നമുക്ക് അതിന്റെ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, സബ്സെറ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് വെറുതെ എഴുതി വെച്ചു. Q is a subset of R. Q is a subset of R. നമുക്ക് എക്സാമ്പിളുകൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്ത് വരാം. ഓക്കെ, നമുക്ക് കണക്കുകളിലേക്ക് വരാം. എക്സാമ്പിൾ 9. കൺസിഡർ ദ സെറ്റ്സ്. എക്സാമ്പിൾ 9. കൺസിഡർ ദ സെറ്റ്സ്. കൺസിഡർ ദ സെറ്റ്സ്. കുറച്ച് സെറ്റുകൾ അവർ തന്നിരിക്കുകയാണ്. 5 എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. A equal to 1,3 എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. B equal to 1,5,9 എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. C equal to 1,3,5,7,9. Use the appropriate
the appropriate symbol. നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട സിമ്പിൾ ഇടയിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ബിലോങ്സ് ടു ഇട്ട് കൊടുത്തതുപോലെ അല്ലെ. വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ അതിന്റെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്ത് പോവാം. ഫൈ ഈസ് ഡാഷ് ഓഫ് ബി. സബ്സെറ്റ് ആണോ നോട്ട് എ സബ്സെറ്റ് ആണോ? മാഷ് പറഞ്ഞു ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആയിട്ട് നമ്മൾ ആരെ പരിഗണിക്കുന്നുണ്ട്? ഫൈനെ പരിഗണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അടുക്കൽ എന്തിടാം? സബ്സെറ്റിന്റെ ചിഹ്നം ഇടണോ അത് ക്യാൻസൽ ചെയ്തിടണോ? സബ്സെറ്റിന്റെ ചിഹ്നം ഇടാം. അപ്പൊ ഉത്തരം അതിൽ തന്നെ എഴുതിക്കോ. എന്താണ് സബ്സെറ്റ്? അടുത്തത് ഡാഷ് അല്ല സോറി എ ഡാഷ് ബി നമ്മൾ പറഞ്ഞേ സബ്സെറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചോദിച്ചേ. എ ബിയുടെ സബ്സെറ്റ് ആണോ അല്ലേ? അപ്പൊ എയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടാവണം, ബിയിലുണ്ടാവണം. ഉണ്ടോ? എയില് 1 ഉണ്ട്, അത് ബിയിലുണ്ട്. എയില് 3 ഉണ്ട്, അത് എവിടെ ഇല്ല? ബിയിലില്ല. അപ്പൊ അത് എന്തല്ല? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട സ്വിച്ചിങ് സിമ്പൽ എന്താ? നോട്ട് എ സബ്സെറ്റിന്റെ ആണ് അല്ലേ. അടുത്ത 3 എ ഡാഷ് സി എന്താ വരിക? സബ്സെറ്റ് ആണോ അല്ലയോ? ആണോ അല്ലയോ? സബ്സെറ്റ് ആണ്. കാരണം എയിലുള്ള എലമെന്റുകൾ ഏതാ? 1ഉം 3ഉം. അത് എവിടെയുണ്ട്? സിയിലുണ്ട്. അടുത്തത് ബി ഡാഷ് സി. എന്താ സബ്സെറ്റ് ആണോ അല്ലയോ? ബിയിലുള്ള എല്ലാവരും സിയിലുണ്ടോ? ഉണ്ട്. എന്നിട്ട് ചിഹ്നം ഇടാൻ തയ്യാറായിട്ട് സബ്സെറ്റിന്റെ ചിഹ്നം മാറ്റി. എക്സാമ്പിൾ 9 കണ്ടു. അടുത്ത എഴുതാം എക്സാമ്പിൾ 10. Example 10. Let A equal to, let set A is equal to A, comma, E, comma, I, comma, O, comma, U, A, E, I, O. And B equal to set for A, comma, B, comma, C, comma. Is capital A subset of B? Is capital A subset of B? Capital A എന്ന് പറയുന്നത് B യുടെ സബ്സെറ്റ് ആണോ? ആണോ? അതിയുടെ ഒന്ന് എഴുതി പോവാ അല്ലെ. നമുക്ക് പറഞ്ഞേ yes or no? No അല്ലേ? എന്തുകൊണ്ടാണ് നോ എഴുതാം? എന്തുകൊണ്ടാണത്? കാരണം അതിന്റെ റീസൺ കൂടെ എഴുതാം. എന്താ? every element in A എവിടെയില്ല is not in പറയും മക്കളെ എടുപ്പുള്ള ഭാഗങ്ങളായാലും അതൊക്കെ പറയാ B അല്ലെ. എയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെയില്ല? ബിയിലില്ല. അതുകൊണ്ട് എന്താണെന്ന് പറയാൻ പറ്റില്ല, സബ്സെറ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം ഇവിടെ അവർ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. Is B a subset of A? Is B a subset of A? ആണോ? അല്ല, അതുമല്ല. എന്താ കാരണം? കാരണം നിങ്ങൾ എഴുതിയോ എന്താ? Every element in B is not in A. ബിയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെയില്ല? എയിലില്ല. ബിയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെയില്ല? എയിലില്ല. എക്സാമ്പിൾ 10 കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ 11 വായിക്കട്ടെ. അടുത്ത എഴുതാം. Let A, B, C are 3 sets. Let capital A, comma capital B, capital C are 3 sets. If A belongs to B, A എന്ന് പറയുന്ന സെറ്റ് belongs to B. ശ്രദ്ധിക്കണം കേട്ടോ. A belongs to B ആണ്. And B is a subset of C. B എന്ന് പറയുന്നത് C യുടെ സബ്സെറ്റ് ആണ്. ഇത് ചോദിക്കണം അവര്. Is it true that A is a subset of C? If not, give an example. If not, give an example. നമുക്ക് ഒരു എക്സാമ്പിൾ വഴി ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ എത്ര സെറ്റുകൾ ഉണ്ട് മക്കളെ ഇവിടെ? മൊത്തം
3 സെറ്റുകളുണ്ട് അല്ലെ? എത്ര സെറ്റുകളാ? 3 സെറ്റുകളാണുള്ളത്. ഈ 3 സെറ്റുകളിൽ എന്താ അവർ പറയുന്നത്? 3 സെറ്റുകളിൽ ആദ്യത്തെ കണ്ടീഷൻ അവർ പറയുന്നത് സെറ്റ് എ ഈസ് എ എലമെന്റ് ഓഫ് സെറ്റ് ബി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പക്ഷെ സെറ്റ് എ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് എഴുതി ഉണ്ടാക്കണം, റാൻഡം ആയിട്ട് ഒരു സെറ്റ് എഴുതി ഉണ്ടാക്കി. എന്താ? സെറ്റ് 1. ഇനി സെറ്റ് ബി എഴുതാണ്. പക്ഷെ സെറ്റ് ബി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, എങ്ങനെ എഴുതുന്നത്. സെറ്റ് ബിയിലുള്ള ഒരു എലമെന്റ് ഓൾറെഡി നമുക്ക് അറിയാം. സെറ്റ് ബിയിലുള്ള ഒരു എലമെന്റ് ആണ് ആര്? വെറുതെ എന്ത് ചെയ്യാം? സെറ്റ് എ. അപ്പൊ സെറ്റ് ബിയിൽ ഭാഷത് സെറ്റ് എ അങ്ങനെ തന്നെ കൊണ്ട് എഴുതണം. പിടിയില്ല, ഇതാണല്ലോ സെറ്റ് എ. ഈ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിയിലത്തെ ഒരു എന്താണ്? ഒരു എലമെന്റ് ആണ്. വേറെ എലമെന്റ്സ് എഴുതാം, റാൻഡമായിട്ട് എഴുതാൻ വേണമെങ്കിൽ 2, 3 കുഴപ്പമില്ലല്ലോ. ഇനി സി എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം അല്ലെ? നമുക്കറിയാം വേറൊരു കാര്യം കൂടെ ഒരു പറയുന്നത്, സിയുടെ സബ്സെറ്റ് ആണ് ആര്? അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ബിയിലുള്ള എല്ലാ ആളുകളും എവിടെയുണ്ട്? സിയിലുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ബിയിൽ ആരൊക്കെ ഉണ്ട്? സെറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഞാൻ കൂട്ടി എഴുതി. ഏതും കൂടെ എഴുതി? 4 കൂടെ എഴുതി. ഏതും കൂടെ എഴുതി? 4 കൂടെ എഴുതി. ഇപ്പൊ കറക്റ്റ് അല്ലേ? 3 സെറ്റ് അവർ തന്ന കണ്ടീഷൻസ് പാലിക്കുന്നില്ലേ? ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ് ആര്? എ. അതെ. സിയുടെ സബ്സെറ്റ് ആണ് ബി. അതെ, കുഴപ്പമില്ല. ബിയിലുള്ള ആളുകൾ മുഴുവൻ എവിടെയുണ്ട്? സിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ is it true that A is a subset of C? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ A സിയുടെ സബ്സെറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് പറയോ. നോക്കിയിട്ട് പറയാം. എയിലുള്ള എലമെന്റുകൾ മുഴുവനും എവിടെ ഉണ്ടാവണം? പറയടാ മക്കളെ, സിയിൽ ഉണ്ടാവണം. അപ്പോഴാണ് സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? എയിലുള്ള എലമെന്റ് ആരാ? 1. അത് സിയിലുണ്ടോ? ഇല്ല. സിയിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാ പറഞ്ഞേ? സിയിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാ? സെറ്റ് 1 ആണ്. ഒരു 1 ആണോ? സെറ്റ് 1 എന്ന് എഴുതുന്നതും വെറുതെ ടോൾ എഴുതിയിട്ടുള്ള സെയിം ആണോ? അല്ല. സിയുടെ ഉള്ളിലുള്ളത് ആരാ? സെറ്റ് 1 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞത് സിയുടെ ഉള്ളിലുള്ളത് ആരാ? സെറ്റ് എ ആ, അല്ലാണ്ട് 1 അല്ല. 1 പറഞ്ഞാൽ എങ്ങനെ വരണം? 1 മാത്രം വേണം. എന്ത് മാത്രം വരണം? 1 മാത്രം വേണം. പിടികിട്ടിയോ? അതിന് മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് 1 എന്ന് പറയുന്നതും വെറുതെ 1 എന്ന് പറയുന്നത് എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. പിടികിട്ടിയോ? സെറ്റ് 1 എന്ന് പറയുന്നതും 1 എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. എയിലുള്ള എലമെന്റ് ഏതാ? എയിലുള്ള എലമെന്റ് ഏതാ? 1. അല്ലാതെ സെറ്റ് 1 ആണോ? അല്ല. എയിലുള്ള എലമെന്റ് ഏതാ? 1. സിയിലുള്ള എലമെന്റുകൾ ഏതൊക്കെയാ? സെറ്റ് 1, 2, 3, 4. അല്ലാതെ 1, 2, 3, 4 ആണോ? അല്ല. പിടികിട്ടാ പറയുന്നത്? ഐഡിയ മനസ്സിലായോ? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ബിയുടെ സബ്സെറ്റ് ആണോ എ? ആലോചിച്ച് പറഞ്ഞേ. എയിലുള്ളതൊക്കെ ഇവിടെ ഉണ്ടാ? ഇല്ല. എയിലുള്ള എലമെന്റ് ഏതാ? 1. അതിവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉള്ളത് പിന്നെ എന്താ? സെറ്റ് 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്നതും സെറ്റ് 1 എന്ന് പറയുന്നത് രണ്ടും എന്താ? രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും രണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ധൈര്യമായിട്ട് പറയാം എന്താ? എ ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് ആരാണ്? നോട്ട് സബ്സെറ്റ് ഓഫ് സി. ബ്രാക്കറ്റില് എ നോട്ട് എ സബ്സെറ്റ് ഓഫ് സി. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താണ്? എലമെന്റ്സ് ഇൻ എ ഈസ് നോട്ട് ഇൻ സി. എയിലുള്ള എലമെന്റുകൾ എവിടെയില്ല? ഇതിലൂടെ ഒരു 1, ഇവിടെ വെറുതെ 1 ഇട്ടാലോ? അപ്പൊ എന്തായി? അത് സബ്സെറ്റ് ആയിട്ടോ. പക്ഷെ ഇവിടെ വെറുതെ 1 ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായി? സബ്സെറ്റ് ആയി. വ്യത്യാസം മനസ്സിലായ? അപ്പൊ വെറുതെ 1 എന്ന് പറയുന്നതും എലമെന്റ് 1 എന്ന് പറയുന്നതും എലമെന്റ് സെറ്റ് 1 എന്ന് പറയുന്നതും രണ്ടും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. രണ്ടും എന്താ? രണ്ടാണ്. പിടികിട്ടിയാ പറഞ്ഞത്? കുഴപ്പമില്ലല്ലോ. ഐഡിയ മനസ്സിലായോ? അപ്പൊ അത് പഠിക്കാനായിട്ട് എഴുതി വെച്ചപ്പോ എക്സാമ്പിൾ പറഞ്ഞു. എക്സാമ്പിൾ 11 ചോദ്യം മാറ്റിയാണ് കേട്ടോ. ചോദ്യം എഴുതിണ്ടോ വരുന്നു. അത് കഴിഞ്ഞാൽ അടുത്താണ് എന്ത്? പവർ സെറ്റ്. പവർ സെറ്റ്
എഴുതിയെടുത്തോ പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ്? പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ സെറ്റിന്റെ പവർ സെറ്റ്. ഓക്കെ, പവർ സെറ്റ് ഓഫ് എന്ന് വായിച്ചു. പവർ സെറ്റ് ഓഫ് എന്താ പറയുന്നത്? The collection of all subsets of set A is called power set of A. എന്താണ്? The collection of all subsets of set A is called the power set of A. അപ്പോൾ പവർ സെറ്റ് എഴുതാൻ പഠിക്കണം. പവർ സെറ്റിൽ എത്ര എലമെന്റുകൾ ഉണ്ടാകും എന്നുള്ളത് എന്താണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നോക്കാം. വളരെ ആദ്യം എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകൾ 1, 2. ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ നോക്കും. ഓക്കെ, പി ഓഫ് എ എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. പവർ സെറ്റ് എഴുതാണ് പക്ഷെ പി ഓഫ് എ. അപ്പൊ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ സെറ്റ് ഓഫ് സെറ്റ് എ. അപ്പൊ ഇതൊരു സെറ്റാണ് അല്ലേ? ഇതൊരു സെറ്റാണ്. അപ്പൊ into 2 ആദ്യം നമ്മൾ സെറ്റിന്റെ സിമ്പിൾ. ഇനി എന്താ ഈ സെറ്റിൽ വരിക? എ എന്ന് പറയുന്ന സെറ്റിന്റെ ഈ സെറ്റിൽ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാ? എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് അല്ലേ? എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സുകൾ ഏതൊക്കെയാ? നമുക്കറിയാം എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ആര്? 5. അപ്പൊ അത് ഒരു സബ്സെറ്റ് ആണ്. ഇനി വേറെ സെറ്റ് മാഷിന്റെ ഉള്ളിൽ എഴുതുകയാണ്. സെറ്റ് 1. സെറ്റ് 1 എയുടെ സബ്സെറ്റ് ആവൂല്ലേ? നോക്കിട്ട് പറഞ്ഞേ. സെറ്റ് 1ലുള്ള എലമെന്റ് ഏതാ? ഈ സെറ്റിലുള്ള എലമെന്റ് ഏതാ? ഒക്കെ പറഞ്ഞേ. 1. ഇത് എയിലുണ്ടോ? എയിലില്ലേ 1? എന്തില്ല എന്ന് പറയുന്നത്? എയിലില്ലേ? സെറ്റ് 1 എന്നല്ലേ എഴുതിയാണ് മാഷ്. അതായത് വേറെ ഉദാഹരണം നോക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് മാഷ് മാർക്ക് ചെയ്യണം. ബി എയുടെ സബ്സെറ്റ് ആണോ? അതെ. അതല്ലാന്ന് പറയുന്നേ. ശരിയാക്കട്ടെ. ബിയുടെ എലമെന്റുകൾ ഏതൊക്കെയാ? പറഞ്ഞേ. 1. അത് എയിലുണ്ടോ? അപ്പൊ ബി എയുടെ സബ്സെറ്റ് ആവില്ലേ? അപ്പൊ ഈ സാധനത്തിന്റെ സബ്സെറ്റ് ആവില്ലേ? ഈ സെറ്റിലുള്ള എലമെന്റ് ഏതാ? 1 അല്ലേ? അത് എയിലുണ്ടോ? എയിലുണ്ട്. സബ്സെറ്റ് ആവില്ലേ? കൺഫ്യൂഷൻ വരുന്ന എവിടെയാ? ഇല്ല. എയിലുള്ളത് എന്താ? 1 2. ഐഡിയ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. പറയാം. ഇനി വേറൊരു കാര്യം കൂടെ നോക്കാം. വേറെ സബ്സെറ്റ് 1 2 3. ബി ഏടെ സബ്സെറ്റ് ആവും? ഇപ്പോ ബി ഏടെ സബ്സെറ്റ് ആവും? കാരണം എന്താ? ബിയിലുള്ള എലമെന്റുകളെ ഇപ്പോ മനസ്സിലായോ? മനസ്സിലായോ? ശ്രദ്ധിച്ചേ. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത്
അപ്പൊ ഫൈവ് എല്ലാ സെറ്റിന്റെയും എന്താണ് സെറ്റാണ്. അപ്പൊ അത് മാർക്ക് ചെയ്തു. ഇനി അടുത്തൊരു സെറ്റ് എഴുതി സെറ്റ് 1. ഈ സെറ്റ് 1 സെറ്റ് ആവോ? ആവും. കാരണം സെറ്റ് 1 എലമെന്റ് ഏതാ? അത് എവിടെയുണ്ട്? അപ്പൊ സെറ്റ് 1 എല്ലാ എലമെന്റ് എവിടെയുണ്ട്? എയിലുണ്ട്. അടുത്തത് ഇതിലൂടെ ഈ സെറ്റ് ഇതിന്റെ സെറ്റ് ആവോ? ആവും. ഇതൊരു സിംഗിൾ സെറ്റാ പറയുന്നത്. ഇതാണോ പറയണേ? അല്ല, ഇതാണ് മാത്രം പറയണേ. സബ്സെറ്റുകളാണ് എഴുതുന്നത് നമ്മള്. തൽക്കാലം ഈ കാരോട്ട് മാറ്റിടാൻ മാറ്റി നമ്മൾ ആദ്യം എന്ത് ലിസ്റ്റ് ചെയ്യുക? സബ്സെറ്റുകൾ ലിസ്റ്റ് ചെയ്യുക. എന്താണ് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സബ്സെറ്റുകൾ. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് ആണ് എന്ത്? 5. ഇത് ഇതിന്റെ സബ്സെറ്റ് ആവില്ലേ? കാരണം ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ട്, എയിലുണ്ട്. ഇത് ഇതിന്റെ സബ്സെറ്റ് ആവില്ലേ? കാരണം ഇതിലുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനി അടുത്ത സബ്സെറ്റ് പറഞ്ഞേ 1 ഉം 2 ഉം. The set itself അല്ലേ? A set is a subset of itself. Every set is a subset of itself. ഈ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് അല്ലേ? കാരണം ഇതിലുള്ള എല്ലാ എലമെന്റും ഇവിടെ ഉണ്ടാ മുകളിലുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ എഴുതി. ഇനി വല്ല സബ്സെറ്റുകൾ എഴുതാണ്ടോ? നോക്കിയിട്ട് പറഞ്ഞു. ഇനി ഏതെങ്കിലും സബ്സെറ്റുകൾ വിട്ടുപോയിട്ടുണ്ടോ? ഇനി ഏതെങ്കിലും സബ്സെറ്റുകൾ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, എല്ലാ സബ്സെറ്റുകളും ഇല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റ്സും നമ്മൾ എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റും നമ്മൾ എന്ത് ചെയ്തു? എഴുതി. അപ്പൊ എ എന്ന് പറയുന്ന എല്ലാ സബ്സെറ്റുകളുടെയും എന്ത്? എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റ്. അതിനെയാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ്. The collection of all subset of set A is called എന്താണ്? പവർ സെറ്റ് ഓഫ് A. ഐഡിയ മനസ്സിലായോ? അപ്പോ ഒരോടെ നമുക്ക് എഴുതി നോക്കാം. A അല്ലെങ്കിൽ B ആയിക്കോട്ടെ. 1 2 3. ആദ്യം ഒരു കാര്യം ചെയ്താൽ കാലം ഇത് എഴുതി വെച്ചേ. പവർ സെറ്റ് ഓഫ് എ എഴുതി. ഏത് എക്സാമ്പിൾ? പിന്നെ പറഞ്ഞു മനോജിന്റെ അനിയത്തി വന്നില്ല. ഇത് നമുക്ക് എഴുതാം. മാഷ എഴുതിട്ട് ഐഡിയ മനസ്സിലായ? സംശയം ചോദിക്കേണ്ട, അത് കുറച്ച് ക്ലിയർ ആവണം. കണക്കുകൾ ഇപ്പൊ ചെയ്യുന്നോട് എക്സസൈസ് കുറച്ച് ചെയ്യും, ക്ലിയർ ആയി വരും. ചിന്നൊക്കെ നമ്മൾ ശരിയാവട്ടെ. ഇനി ബിയുടെ പവർ സെറ്റ് ഒന്ന് എഴുതാം. അപ്പൊ ബി ഈക്വൽ ടു എന്താണ്? 1 2 3. അപ്പൊ മാഷ് പവർ സെറ്റ് ഓഫ് ബി എഴുതാനുള്ള ശ്രമമാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ബിയുടെ എല്ലാ സബ്സെറ്റുകളെയും എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യാം. ബിയുടെ എല്ലാ സബ്സെറ്റുകളും എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ സെറ്റ്. അപ്പൊ ഈ വലിയ സെറ്റിന്റെ ചിഹ്നം അവസാനം കൺഫ്യൂഷൻ മാറാണ്. അപ്പൊ ആദ്യത്തെ സബ്സെറ്റ് ഏതാ? ബിയുടെ 5. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് ആര്? ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ആദ്യത്തെ പറയൂ, ഇതിന്റെ ഒരു സബ്സെറ്റാ പറഞ്ഞേ. സെറ്റിന്റെ ഉള്ളിൽ 1 ഇടുക. ഈ സെറ്റ് ഇതിന്റെ സബ്സെറ്റ് അല്ലേ? അത് എന്തുകൊണ്ടാ? ആ സെറ്റിലുള്ള എലമെന്റ് ഏതാ? എഴുതാൻ പറ്റില്ല, ശ്രദ്ധിക്കുന്നത്. ആ സെറ്റിലുള്ള എലമെന്റ് ഏതാ? 1. അതെവിടെയുണ്ട്? അതെവിടെയുണ്ട്? അടുത്തത് പറഞ്ഞേ, ആകാശ് പറഞ്ഞേ. വെരി ഗുഡ്. സെറ്റ് 2. സെറ്റ് 2 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. വൈ? 2 എല്ലാവരും എവിടെയുണ്ട്? ബിയിലുണ്ട്. അടുത്ത ആള് എബിൻ. സെറ്റ് 3. കാരണം എന്തുകൊണ്ടാ? ആ സെറ്റിൽ 3 ആണുള്ളത്. അതെവിടെയുണ്ട്? ബിയിലുണ്ട്. മിജോ പറഞ്ഞു. മിജോ അടുത്ത സബ്സെറ്റ് പറഞ്ഞു. സെറ്റ് 1 2 3. വെരി ഗുഡ്. സെറ്റ് 1 2 3 കറക്റ്റ് അല്ലേ മിജോ പറഞ്ഞത്? കാരണം എന്താ? ദ സെറ്റ് ഇറ്റ്സെൽഫ് അല്ലേ? എഴുതാൻ സമയം തരാൻ മാഷ്, അത് ഓർഡറിലേക്ക് കൊണ്ടുവരണം. സെറ്റ് 1 2 3 കഴിഞ്ഞോ? ഇനി ജസ്റ്റിൻ പറഞ്ഞു. വേറെ വല്ല സെറ്റ് പറയാൻ പറ്റും ജസ്റ്റിൻ? ഇല്ല ആൽബർട്ട്. സെറ്റ് 1 2 ഇല്ലടാ. കാരണം എന്താ നോക്കി, ഇങ്ങനെ ഒരു സെറ്റ് എഴുതിക്കൂടെ ജസ്റ്റിൻ? നമുക്ക് സെറ്റ് 1 2 കണ്ടോ?
അപ്പൊ ഈ 1,2 എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെന്റും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് പറഞ്ഞോടി പറഞ്ഞേ സെറ്റ് 2 3 കറക്റ്റ് ആണ് പറഞ്ഞത്. സെറ്റ് 2 3 കാരണം സെറ്റ് 2 3 എലമെന്റുകൾ ഏതാ? പറയേ സെറ്റ് 2 3 എലമെന്റുകൾ ഏതാ? 2 ഉം 3 ഉം. അതെവിടെയുണ്ട്? ബിയിലുണ്ട്. ഓരോടി പറഞ്ഞ ജെസിനെ. വെരി ഗുഡ്. 1 ഉം ഇനി ഉണ്ടോ? ഇനി ഇല്ല. ഇനി ഉണ്ടോ? അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ ലിസ്റ്റ് ചെയ്തു. ആ സബ്സെറ്റുകളുടെ എന്ത് സെറ്റ്, അതിനെയാണ് എന്ന് പറയണേ. ലിസ്റ്റിൽ എഴുതിയ പോലെ അത് മൊത്തം എവിടെ ആക്കണം? ഒരു സെറ്റിന്റെ ഉള്ളിലാക്കണം. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അവരിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. കുറച്ച് വലുതായിക്കോട്ടെ. അതായത് അവസാനിപ്പിക്കും. ബി അവസാനിപ്പിക്കും. ആ ബി എഴുതി കഴിഞ്ഞാൽ ഇത് അടിയിൽ എഴുതി വെച്ചോ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഈക്വൽ ടു 2 raised to n, where n is equal to number of elements in set. ഓക്കെ ആയോ? ശ്രദ്ധിക്കാൻ മക്കളെ. അതായത് ഏത് പറഞ്ഞ സെറ്റിൽ എത്ര എലമെന്റ്സ് ആയിരുന്നു? എത്ര എലമെന്റ്സ് ആണ്? 2 എലമെന്റ്സ് ആണല്ലേ. അപ്പൊ സ്മോൾ ലെറ്റർ n എത്രയാ? 2. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് അതിന് തൽക്കാലം ഇങ്ങനെ എഴുതാം. n of p of a. എങ്ങനെയാണ്? n of p of a എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ് ഓഫ് a. എത്ര? 1 2 3. പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ആ? 4 എണ്ണം. 4 എങ്ങനെ എഴുതാം? 2 raised to 2. അപ്പൊ എത്രയാ? 4. കണ്ടോ? അപ്പൊ നമ്മുടെ സെറ്റിൽ എത്ര എലമെന്റുകളാണോ ഉള്ളത് അതാണ് എന്ത്? സ്മോൾ ലെറ്റർ n. അങ്ങനെയാണെങ്കിൽ പവർ സെറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 raised to ആ n ചെയ്താൽ മതി. അപ്പൊ ഇതിൽ നോക്കി നിങ്ങൾ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് b എത്ര ഉണ്ടാവും? 2 raised to 1 2 1 2 3. അപ്പൊ എത്രയാ? 8 അല്ലേ വരിക? കാരണം 3 അല്ലേ? എത്രമില്ല ഇവിടെ? 1 2 3 4 5 6 7 8. കുഴപ്പമില്ലല്ലോ. അപ്പൊ ലാസ്റ്റ് പവർ സെറ്റ് കൂടെ എഴുതി നമുക്ക് ഈ ഭാഗത്തുണ്ട്. അപ്പൊ എക്സസൈസ് തുടങ്ങാം. സി എന്ന് പറയുന്ന സെറ്റ് വിശദമായിട്ട് എഴുതിക്കോ. 1 2 3 4. ഇതിന്റെ പവർ സെറ്റിൽ വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൊടുത്തേ. ഏതൊക്കെ വരും? കംപ്ലീറ്റ് ഒന്ന് എഴുതിക്കുക. അപ്പൊ ആദ്യം നമുക്ക് പറയാം ഒരു കാര്യം. എന്താ? എത്ര എലമെന്റ്സ് ഉണ്ടാവും പറഞ്ഞേ? 2 raised to 4 എത്രയാണ്? 16 എലമെന്റുകൾ ഉണ്ടാവും അല്ലെ? എത്ര എലമെന്റുകൾ ഉണ്ടാവും? 16 എലമെന്റുകൾ ഉണ്ടാവും. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് ശരിയാവുണ്ടോ നോക്കി.
എത്ര എലമെന്റുകൾ കിട്ടി? 16 കിട്ടിയോ? തപ്പി പിടിച്ചെടുക്കണം അല്ലേ? 16 നോക്കിയെടുക്കുക. പറഞ്ഞില്ലേ ജസ്റ്റിൻ? അത് 0 3 4 ഓർഡറിൽ കിട്ടോ? ആദ്യം ഒത്തിരി നീളം എഴുതുക, അതല്ലേ നല്ലത്. സെറ്റ് പാട്ട് വരില്ല ആദ്യം. ഇനി ഏതാ? സെറ്റ് 2 വരും, പിന്നെ സെറ്റ് 3 വരും അല്ലേ, പിന്നെ ഇത് വരും സെറ്റ് 4 വരും. ഞാൻ അതെന്ന് പറഞ്ഞ അടുത്ത സെക്ഷൻ രണ്ടെണ്ണം വീതമുള്ള സെക്ഷൻ പറഞ്ഞേ. 1 ഉം 2 ഇത് പറഞ്ഞ കുഴപ്പമില്ല. 1 ഉം 2 3 ഉം 4 അപ്പൊ കാര്യം ചെയ്യാം. 1 ഉം 3 എഴുതുക, പക്ഷെ അതായത് ഇങ്ങനെ കൊണ്ടുവന്നൂടെ. 1 ഉം 2 ഓർഡർ നോക്കുക, അല്ലെങ്കിൽ മിസ് ആവും. അത് തന്നെ 1 ഉം 2 പിന്നെ ആരാ? 1 ഉം 3 ഉം പിന്നെ ആരാ? 1 ഉം 4 ഉം. അല്ലെങ്കിൽ ഏത് മിസ്സിങ് വരും ഒരെണ്ണൊക്കെ? 1 ഉം 3 ഉം 1 ഉം 4 ഉം. ഇങ്ങനെ എഴുതിയാലും ചിലപ്പോൾ മിസ്സിങ് വരും. ഇനി ഏതിന് പിടിക്കാം? 2 പിടിക്കാം. അപ്പൊ ഏതാ? 2 ഉം 3 ഉം ആണോ? 2 ഉം 3 ഉം പിന്നെ ഏതാ? 2 ഉം 4 ഉം പിന്നെ 3 ഉം 4 ഉം. 3 പിടിക്കുമ്പോ 3 ഉം 4 അല്ലേ ഉള്ളൂ. എത്രണ്ണായി? 1 2 3 4 5 6 7 8 9 10 11 ആയിട്ടുണ്ടോ? ഇനി എത്ര വെച്ച് പിടിക്കാം? 3 വെച്ച് പിടിക്കാം അല്ലേ? 3 വെച്ച് പിടിക്കാൻ എന്ത് വരും? സെറ്റ് 1, 2, 3 പിന്നെ ഏതാ? 1, 3, 4 അല്ലേ? 1ല് 3, 4 കിട്ടും. പിന്നെ ഏതാ കിട്ടുക? ഇനി 2 പിടിക്കണം. 2 പിടിക്കുമ്പോൾ ഏതാ? 2, 3, 4 2, 3, 4 എത്രമായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 എണ്ണമായിട്ടുള്ളൂ. രണ്ടെണ്ണം വരാണ്ട് അല്ലേ? ഏതാ കിട്ടുക? 1 3 4 എടുത്തു, 1 2 3 എടുത്തു, 2 3 4 എടുത്തു. ഇനി ഏതാ? 2 1 4 എടുത്തിട്ടില്ലേ നമ്മള്? ഇല്ല അല്ലേ? 2ന്റെ സ്റ്റാർട്ടിങ് എടുത്തിട്ടില്ല അല്ലേ? 2 1 4 വരും. പിന്നെ മൊത്തം സെറ്റ് ഇറ്റ് സെൽഫ് വരും അല്ലേ? 1 2 3 4 മൊത്തത്തിൽ വരും. അത് മൊത്തം എവിടെ എഴുതണം? ഒരു സെറ്റിന്റെ ഉള്ളിൽ എഴുതണം. 2 1 4 നമ്മൾ എഴുതിയിട്ടുണ്ടോ? നോക്കിയേ. അത് ശരിക്ക് ഏതിൽ എഴുതേണ്ടതായിരുന്നു? 1 2 3 എഴുതുന്നതായിരുന്നു. 1 2 3 ഉം പിന്നെ ഏതാ? 1 2 4 ഉം. ഓക്കെ, അങ്ങനെ ആയിരിക്കും. 2 1 4 പകരം 1 2 4 ആക്കും കേട്ടോ. പക്ഷെ കുഴപ്പമില്ലല്ലോ. അപ്പൊ എത്ര എലമെന്റ്സാ വന്നേ? അതില് എത്ര എലമെന്റ്സാ വന്നേ? പറയടാ. 16. ഇനി എഴുതി നോക്കണ്ട നമ്പർ പറയാൻ പറ്റില്ലേ? പറ്റും. എങ്ങനെയാ? 2 raised to 4 2 × 2 4 4 × 2 8 8 2 1 വേർഡ് വരും. ചിലപ്പോ ഒരു സെറ്റ് വരും, 5 എലമെന്റുകൾ ഒരു സെറ്റ് വരും. എന്നിട്ട് നമ്മളോട് എത്ര എലമെന്റുകൾ അതിന്റെ പവർ സെറ്റിൽ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ മൊത്തം എഴുതാൻ നിൽക്കണം. വേണ്ട, എലമെന്റ്സ് കാണാൻ പറ്റില്ല. 5 എണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 raised to 5 1 വേർഡ് ആയിട്ട് വരും. എത്ര വരും? 2 raised to 5. കുഴപ്പമില്ലല്ലോ. ഇനി ബോളിന്റെ സാധനം എഴുതി വയ്ക്കുക. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് യൂണിവേഴ്സൽ സെറ്റ്
ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന എല്ലാ സെറ്റുകളിലുള്ള എലിമെന്റുകളെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് വിച്ച് കണ്ടെയ്ൻ all the elements of all sets in the context. അത് പറഞ്ഞു തരാം. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് 1.3 നോക്കാം. Large zodium, exercise 1.3 large zodium. Make correct statements by filling the symbols. Filling the symbols. Subset or non-subset. Definition है, बाकी का definition में जो है so question 1 set 2, 3, 4 ഇടയിലുള്ള ഡയറക്ഷനുകൾ എടുക്കുകയാണ്. അത് അതിലൊന്നും ഉത്തരത്തിൽ പോകോട്ടാ പറഞ്ഞേ സബ്സെറ്റ് ആണോ അല്ലയോ? സബ്സെറ്റിന്റെ ചിഹ്നം ഇടണമെങ്കിൽ അത് നോട്ട് എ സബ്സെറ്റ് ഇടണം. എന്താണ് സബ്സെറ്റ് ആണ് അല്ലേ? ഈ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആണ്. എന്നിട്ട് ചിഹ്നം ഇടാൻ ധൈര്യമായിട്ട് സബ്സെറ്റ് ചിഹ്നം ഇടാം. കൈയോട് കൈയിലേക്ക് പോവാ. കേട്ടോ ആൻസർ വേറെ ആയിട്ടാണ് ചെയ്തത്. എക്സിസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 11 ഓഫ് യുവർ സ്കൂൾ കുറ്റിപ്പട്ടലാണ് വരുന്നത്. സ്റ്റുഡന്റ് സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് 11 of your school dash start zero x such that x is a student of your school. അടുക്കൽ എന്താ പേര് ചിഹ്നം? സബ്സെറ്റ് അല്ലേ? അപ്പുറത്തുള്ള സെറ്റ് എന്താ? സ്കൂളിലുള്ള പറയേ സ്റ്റുഡന്റ് ഓഫ് യുവർ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലുള്ള എല്ലാ കുട്ടികളേക്കും വന്നിട്ട് അല്ലേ? ഇപ്പുറത്തെ ആരാ? സ്കൂളിലുള്ള +1 കുട്ടികൾ. അപ്പൊ ഇവിടെയുള്ള എല്ലാ കുട്ടികളും അപ്പുറത്തുണ്ടാവില്ലേ? ഉണ്ടാവോ? ഈ സെറ്റിലുള്ള എല്ലാവരും അപ്പുറത്ത് ഉണ്ടാവില്ലേ? അപ്പൊ ആ സെറ്റിന്റെ എന്താണ്? സബ്സെറ്റ് ആണ് ഈ സെറ്റ്. അപ്പൊ ഏത് ചിഹ്നം തന്നെയാണ് എന്റെ സബ്സെറ്റിന്റെ ചിഹ്നം തന്നെയാണ് എടുത്തത്. അടുത്ത 3 exercise such that x is a circle in the plane. So x is a circle in the plane. X such that x is a circle in the same plane with a radius 1 centimeter. ആലോചിച്ച് പറഞ്ഞേ സബ്സെറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത്. ആലോചിച്ച് പറയാ സബ്സെറ്റ് ആവോ ഇല്ലയോ. അതായത് അപ്പുറത്തെ സെറ്റിൽ ആരാളുള്ളത്? അപ്പുറത്തെ സെറ്റിൽ ആരാളുള്ളത്? ഒരു പ്ലെയിനിലത്തെ എത്ര യൂണിറ്റ്? 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾസ് മാത്രമാണ് ഇവിടെയുള്ളത് അല്ലെ? ഇപ്പുറത്തോ പ്ലെയിനിലത്തെ എല്ലാ സർക്കിളും. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും അവിടെ ഉണ്ടാവോ? ഐഡിയ മനസ്സിലാവുക. അതായത് ഇവിടെ എത്ര റേഡിയസ് ഉള്ള സർക്കിൾ മാത്രമേ ഉള്ളൂ? റേഡിയസ് എത്രയാ? 1 സെന്റിമീറ്റർ വരുന്ന സർക്കിൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? എക്സ് ഈസ് എ സർക്കിൾ ഇൻ ദ പ്ലെയിൻ പറയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ഇവിടെ ഉണ്ടാവില്ലേ? ആണോ? ഇവിടെ ഇപ്പൊ എല്ലാ സർക്കിൾസും വരും. അവിടെ ഏത് സർക്കിൾസ് മാത്രമേ ഉള്ളൂ? 1 സെന്റിമീറ്റർ റേഡിയസ് മാത്രമുള്ള സർക്കിൾസേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള എല്ലാ സർക്കിൾസും അവിടെ ഉണ്ടാവും ഇല്ല? അപ്പൊ ഇവിടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. തിരിച്ചു വേണമെങ്കിൽ പറയാം അല്ലെ? ഇതിന്റെ സബ്സെറ്റ് ആണ് ആര്? അത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഇല്ല, അവിടെ ഇല്ല. അതുകൊണ്ട് ഇത് അതിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല. മനസ്സിലാവണ്ട? മനസ്സിലാക്കി
അവിടെ എന്താ വരിക? നോട്ട് എ സബ്സെറ്റ് ആണ് വരിക കേട്ടോ. അപ്പൊ എല്ലാ സബ്സെറ്റ് ആണെന്നില്ല, മാറി മാറിയൊക്കെ വന്നേക്കാം. അടുത്തത് x such that x is a triangle in the plane. X such that x is a triangle in the plane. അപ്പുറത്തെ സെറ്റ് നോക്കാം. അപ്പുറത്തെ സെറ്റ് x is a triangle in the plane. X is a rectangle in the അപ്പൊ ഇതെന്താണ്? സബ്സെറ്റ് അല്ല. ഐഡിയ മനസ്സിലായില്ലേ? കാരണം എന്താ? ഇവിടെയുള്ള ആൾക്കാരെ എവിടെയില്ല, അപ്പുറത്തേക്ക് ഇവിടെയുള്ള എല്ലാവരും എവിടെ ഉണ്ടാവണം, ഇവിടെയുള്ള എല്ലാവരും എവിടെ ഉണ്ടാവണം, അപ്പുറത്തുണ്ടാവണം. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്തായാലും എവിടെ ഉണ്ടാവണം, സ്കൂളിലുണ്ടാവും. 2, 3, 4 ഇവിടെയുള്ള എല്ലാവരും എവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സബ്സെറ്റ് ആണ്. ഇവിടെ സബ്സെറ്റ് ആയ ഇല്ല, കാരണം ഇവിടെയുള്ള എല്ലാ സർക്കിൾസും ഉണ്ട്, ഇവിടെ എല്ലാ സർക്കിൾസും ഉണ്ടാ 1 സെന്റിമീറ്ററിലോളം. അപ്പൊ അപ്പുറത്തുള്ള എല്ലാവരും അപ്പുറത്തുണ്ടാ. ഇവിടെ നോക്കി, ഇവിടെ ട്രയാങ്കിൾസ് മാത്രമാണ് അല്ലേ, ഇവിടെ ആര് മാത്രം? റെക്ടാങ്കിൾസ് മാത്രമാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ട്രയാങ്കിൾസും ഇവിടെ ഉണ്ടാവണം, പക്ഷെ ഇവിടെ ഉണ്ടാവോ? ഉണ്ടാവില്ല, കാരണം ഇവിടെ കംപ്ലീറ്റ് ആരാ? റെക്ടാങ്കിൾസാ. അപ്പൊ അതെന്താവില്ല, സബ്സെറ്റ് ആവില്ല. അടുത്തത് x is a equilateral triangle in a plane. X such that x is a equilateral triangle in a plane. അടുത്തത് x such that x is a triangle in the same plane. X is a triangle in the same plane. ഇത് സബ്സെറ്റ് ആവോ? എനിക്ക് പറഞ്ഞേ, കൺഫ്യൂഷൻ വേണ്ട, ആലോചിച്ച് പറഞ്ഞു. അവിടെ ഏത് ട്രയാങ്കിൾസ് ഉള്ളത്? സബ്സെറ്റ് ആവും അല്ലേ? എന്തുകൊണ്ടാ? അവിടെ ഏത് ട്രയാങ്കിൾസ് ഉള്ളത്? ട്രയാങ്കിൾ ഇൻ ദ സെയിം പ്ലെയിൻ. അപ്പൊ അവിടെ എല്ലാ ഇതുണ്ട്, എല്ലാ തരത്തിലുള്ള ട്രയാങ്കിൾ എവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? അപ്പൊ ഇവിടെയുള്ള എല്ലാ ഇക്വലേറ്ററൽ ട്രയാങ്കിളും എവിടെ ഉണ്ടാവും? ഇവിടെയുള്ള എല്ലാ ഇക്വലേറ്ററൽ ട്രയാങ്കിളും എവിടെ ഉണ്ടാവും? അപ്പുറത്തുണ്ടാവും. ഉണ്ടാവില്ലേ? ഇത് തിരിച്ച് സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? അതപ്പോ സർക്കിൾസിന്റെ പോലെയാവും അല്ലേ? അപ്പൊ ഇത് ഇവിടെ ഇതിന്റെ സബ്സെറ്റിന്റെ ചിഹ്നം തന്നെയാണ്. ആ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ചോദ്യം. x such that x is a even natural numbers. ഇത് പഠിക്കുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെ എഴുതി പഠിച്ചോളൂ, ചിഹ്നം മാത്രം തോന്നുക. അടുത്തത് x such that x is an integer. സെറ്റ് ചെയ്ത് കൊടുത്തേ. സബ്സെറ്റ് ആണോ അല്ലേ? ഇവിടെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അവിടെ ഇന്റീജേഴ്സ്. പുറകിൽ പറഞ്ഞേ, അടുത്ത ജെനിഫർ പറഞ്ഞേ, ജെനിഫർ റോസ് പറഞ്ഞേ. ഇത് സബ്സെറ്റ് ആണോ അല്ലയോ? സബ്സെറ്റ് അല്ല. എന്തുകൊണ്ടല്ല? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ ജെനിഫർ? 2, 4, 6, 8 അങ്ങനെ അങ്ങനെ പോകുന്നു അല്ലെ. ഇന്റീജേഴ്സ് ഏതൊക്കെ വരിക? മൈനസിന്റെ പഠിക്കുകയാണെങ്കിൽ -7 ഉണ്ടാവും, -6 ഉണ്ടാവും, -5 ഉണ്ടാവും, -4 ഉണ്ടാവും, -3 ഉണ്ടാവും, -2 ഉണ്ടാവും, -1 ഉണ്ടാവും, 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 ഉണ്ടാവും, 8 ഉണ്ടാവും, 9 ഉണ്ടാവും, 10 ഉണ്ടാവും, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ എന്താ അഭിപ്രായം മാറി. ഈ നാച്ചുറൽ നമ്പേഴ്സ് എവിടെ ഉണ്ടാവും? ഇന്റീജേഴ്സിൽ ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ്? സബ്സെറ്റ് ആണ് കേട്ടോ. അത് എഴുതിയപ്പോ കറക്റ്റ് ആയി അല്ലേ? അപ്പൊ ഇവിടെയുള്ള 2, 4, 6, 8 എന്തായാലും എവിടെ ഉണ്ടാവും? ഈ സെറ്റില് ഉണ്ടാവും, ഈ സെറ്റിൽ അല്ലേ. അപ്പൊ അതെന്താണ് വരിക? ഇറ്റ് ഈസ് എ സബ്സെറ്റ്. ഓക്കെ, അപ്പൊ ശരിയാവും. കുറച്ച് ഭയങ്കര എക്സ്പെർട്ട് ആവും എല്ലാവരും സ്റ്റാർട്ടിങ്.
ഐഡിയ മനസ്സിലായി. കണ്ടീഷൻ സബ്സെറ്റ് ആവണമെങ്കിൽ ഇപ്പുറത്തെ ആളുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ഇപ്പുറത്തെ ആളുടെ ഉള്ളിലുള്ള എല്ലാവരും എവിടെ ഉണ്ടാവണം, അപ്പുറത്തെ ആളുകളിൽ. അവിടെ കൂടുതലുണ്ടായാലും പ്രശ്നമില്ല, ഉള്ളവരൊക്കെ എവിടെ ഉണ്ടാവണത് മാത്രം, അപ്പുറത്ത് ഉണ്ടാവണത് മാത്രം. ആ ഒരൊറ്റ കണ്ടീഷനെ നമുക്കിതിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തിയറി സെക്ഷൻ ആണ്. ഇതുപോലെ ഏതാ 1, 2 വിട്ടുപോയി നോക്കട്ടെ. സ്കൂളിന്റെ ചെയ്തില്ലേ? ഇത് 1, സ്കൂളിന്റെ 2, സർക്കിള് 3. അതിന്റെ ഇടയിൽ എടുക്കുന്നില്ലേ? അത് വേറെ നമ്പറായിട്ട് കൂടാ അല്ലേ? അപ്പൊ നേരെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതൊന്ന് മാർക്ക് ചെയ്ത്. വെരി ഗുഡ്. ABC ഡാഷ് BCD. പറഞ്ഞു സബ്സെറ്റ് ആണോ? അല്ല. എന്തുകൊണ്ടാ? ആരില്ല ആരില്ല ഒക്കെ പറയേ ഇല്ല. അത് നമ്പർ കൂട്ടിട്ടോ കേട്ടോ. ഇത് 5 വരില്ല, 6 നിങ്ങൾ കൊടുത്തു. ഇതിൽ 6 വരെ എഴുതിയില്ലേ? നമ്മള് 7 ഈ നമ്പർ കിടുവന്നു. പക്ഷെ 2 അതായിരുന്നു കേട്ടോ. അത് പ്രശ്നമില്ല, അതുകൂടെ മാറ്റിട്ടെ. പക്ഷെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു കേട്ടോ. ചോദ്യം കഴിഞ്ഞു. Examine whether the following statements are true or false. ഇത് മാറ്റോട്ടെ പക്ഷെ ഇത് വായിക്കട്ടെ. എഴുതാ. രണ്ടാമത്തെ ചോദ്യം. Examine whether the following statements are true or false. Exercise 1.3 രണ്ടാമത്തെ ചോദ്യം. Examine whether the following statements are true or false. ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നോക്കാം നമുക്ക്. വളരെ എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. A, B is not a subset of B, C, A. Set B, C, A equal to എഴുതാം. True or false? False ആണല്ലേ? കാരണം എന്താ? ഇതെന്താണ്? സബ്സെറ്റ് ആണ്. ഒരു സബ്സെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. അപ്പൊ ഇതെന്താ? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് A, E is a subset of X such that X is a vowel in the English alphabet. True or false? True ആണല്ലേ? ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ സബ്സെറ്റ് അല്ലേ A യും E യും? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏതൊക്കെ ഉണ്ട്? ആദ്യത്തെ A, E, I, O, U ഉണ്ട് അല്ലേ? A, B യും അപ്പുറത്തുണ്ടാവും. മനസ്സിലായില്ല? മനസ്സിലായോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആയിട്ട്. മൂന്നാമത്തെ 1, 2, 3 is a subset of 1, 3, 5. ഞാൻ പറഞ്ഞേ ട്രൂ ഓർ ഫാൾസ്? അതൊരു സംശയം വേണ്ട അല്ലേ? വെരി ഗുഡ്. ഫാൾസ് ആണ്. കാരണം ആര് പ്രശ്നം കാണിക്കുന്നത്? 2 ഇല്ല അല്ലേ? ഇവിടെ 2 ഉണ്ട്, അത് അപ്പുറത്തുണ്ടാ ഇല്ല. അടുത്ത സെറ്റ് A is a subset of A, B, C. True or false? True അല്ലേ? കാരണം ഇവിടെ എലമെന്റ് ഏതാ? A. അത് അപ്പുറത്തെ സെറ്റിലുണ്ടോ? ഉണ്ട്. അടുത്ത 5 ആലോചിച്ച് പറഞ്ഞോളൂ കേട്ടോ. സെറ്റ് A belongs to A, B, C. True or false? True or false? ആലോചിച്ച് പറയാം. സെറ്റ് A belongs to set A, B, C. True or false? False ആണോ? True ആണോ? ഒക്കെ പറ. എന്താ ജസ്റ്റ് പറഞ്ഞേ. False ആണ്. അടുത്ത ആള് false പറഞ്ഞില്ലേ? false. True ആണ്. True ആണ്.
ട്രൂ ആണ്, ഫോൾസ് ആണ്, ഫോൾസ് ആണ്. നോക്കാം ഈ ചിഹ്നം എന്താ, നടുക്കിലെടുക്കുന്ന ചിഹ്നം എന്താ റീഡ് ചെയ്യണ്ടേ? ബിലോങ്സ് എന്ന് പറഞ്ഞാൽ ആ സാധനം മറ്റേ സെറ്റിൽ എന്തായിട്ട് വരണം? വെരി ഗുഡ്, എന്തായിട്ട് വരണം? എലമെന്റ് ആയിട്ട് വരണം. അതായത് ശ്രദ്ധിക്കും, ഇപ്പോ ഒരു സെറ്റ് മാഷ് മാർക്ക് ചെയ്തു, സെറ്റ് ബി 1, 2, 3. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത എക്സസൈസ് ആണ് അല്ലേ? ശ്രദ്ധിക്കട്ട, 2 is a belongs to B, true or false? അത് പറഞ്ഞ ട്രൂ, അത് പറഞ്ഞ ബിലോങ്സ് ടു പറഞ്ഞ എന്താ, എലമെന്റ് ഉണ്ടോന്നല്ലേ നോക്കണേ. 2 എന്ന് പറയുന്ന എലമെന്റ് ബിയിൽ ഉണ്ടോ? ഉണ്ട്. അപ്പൊ 2 is belongs to ആരാണ്? ബി ആണ്. 3 is belongs to B, true or false? ട്രൂ ആണ്, കാരണം 3 എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ ബിലോങ്സ് ടു എന്ന് പറയുമ്പോൾ ആ പറഞ്ഞിട്ടുള്ള സാധനം എലമെന്റ് ആയിട്ട് എവിടെ വേണം? ആ സെറ്റില് വേണം. അപ്പൊ ഇവിടെ നോക്കാം നമുക്ക്, സെറ്റ് എ ഈസ് ബിലോങ്സ് ടു എ ബി സി. ഇങ്ങനൊരു സാധനം ഇങ്ങനൊരു സാധനം അപ്പുറത്തെ സെറ്റില് എലമെന്റ് ആയിട്ടുണ്ടോ? എലമെന്റ് ആയിട്ടുണ്ടോ? പറഞ്ഞേ ഇല്ല. അപ്പൊ ഈ സാധനം എന്താ? ഫോൾസ് ആണ്. പിടികിട്ടിയാ പറഞ്ഞത്? എലമെന്റ് ആയിട്ട് വരണം. ഇവിടെ ശ്രദ്ധിക്കുക, എഴുതാൻ പോവാൻ തിരക്കൂട്ടല്ലേ. അതായത് ഇങ്ങനെയാണെങ്കിലോ, അതായത് വേറൊരു സെറ്റ് എഴുതി മാഷ്, ബി എന്ന് പറയുന്ന സെറ്റ് വേറെ ഒരെണ്ണം എഴുതുക. സെറ്റ് 1, 2, 3 ഇതൊന്ന് ശരിയാക്കണം കേട്ടോ, ഇത് കൺഫ്യൂഷൻ പെന്നെ പുലർത്തും. സെറ്റ് 1 ബിലോങ്സ് ടു ബി, ഇത് ട്രൂ ഓർ ഫോൾസ്? ഇത് ട്രൂ ഓർ ഫോൾസ്? ട്രൂ. കാരണം എന്താ, ഇങ്ങനൊരു സാധനം എവിടെ ഉണ്ട്? സെറ്റ് ബിയിലുണ്ട്. ട്രൂ പറഞ്ഞവർക്ക് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? അപ്പോ ഇത് എലമെന്റ്, ഇത് പക്ഷേ സബ്സെറ്റ്, ഇത് ട്രൂ അല്ലേ? കാരണം എന്താ, ഈ സെറ്റിലുള്ള എലമെന്റ് ഏതാ? എ. അത് അപ്പുറത്തുണ്ടാ? അപ്പൊ ഈ സെറ്റിലുള്ള എല്ലാ അപ്പുറത്തുണ്ടാ? ഉണ്ടോ? അപ്പൊ ധൈര്യമായിട്ട് എന്തെന്ന് പറയാം? എന്തെന്ന് പറയാം? ട്രൂ ആണ് എന്ന് പറയാം, സബ്സെറ്റ് ആന്ന് പറയാം. എന്ന് പറയാം, സബ്സെറ്റ്. ഇവിടെ ബിലോങ്സ് ടു വന്നപ്പോ വ്യത്യാസമായി. ബിലോങ്സ് ടു വരുമ്പോ ആ സാധനം ഒക്കെ എവിടെ വേണം? മറ്റേ സെറ്റിന്റെ ഉള്ളിൽ വേണം. മറ്റേ സെറ്റിന്റെ എവിടെ വേണം? ഉള്ളിൽ. അപ്പൊ അത് ട്രൂ ആണെങ്കിൽ ഈ എക്സാമ്പിൾ ഇവിടെ വാച്ച് ചെയ്തേ, സെറ്റ് 1, 2, 3. എന്നിട്ട് മാഷ് പറഞ്ഞു സെറ്റ് 1 ബിലോങ്സ് ടു ബി. ട്രൂ അല്ലേ? കാരണം എന്താ, ഈ സാധനം ഇവിടെ ഉണ്ട്. ഈ സാധനം ഇവിടെ ഉണ്ട്, സെറ്റ് ബിയിലുണ്ട്. ഐഡിയ മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ, കൺഫ്യൂഷൻ ആവുന്നില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ് കേട്ടോ. അടുത്തത് ഓരോ കൂടി ഉണ്ടെങ്കിൽ കൊടുത്ത വാക്യം അല്ലേ? Set of all x such that x is an even natural number less than 6. X is a even natural number less than 6. Is a subset of x is a natural number which divides 36. X such that x is a natural number which divides 36. സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ട്രൂ ഓർ ഫോൾസ്? അപ്പൊ നിങ്ങൾ ഇത് രണ്ടും ഒരു കാര്യം ചെയ്തോ, രണ്ട് ഏതിലേക്ക് മാറ്റിക്കോ? ഏത് ഫോമിലേക്ക് മാറ്റിക്കോ? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്ത് പറഞ്ഞ് എന്താ വരിക എന്നുള്ളത്. സമയത്തായി വായിച്ചു കൊണ്ടുവന്നിട്ട് 5:20, 5:05, 5:30 ഇവിടെ അത് പറഞ്ഞാൽ 5:30 വരെ പറഞ്ഞാൽ കേട്ടോ. വലിയ മഴ പെയ്യുന്ന കാരണം ഇത് വിളിച്ചോട്ടല്ലോ. എന്തായി കിട്ടിയോ? എന്താ നമ്മളെ ട്രൂ ആണോ? അതെ, എല്ലാവർക്കും എഴുതാൻ പറ്റിയ? എല്ലാവർക്കും റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറ്റിയ? ഇപ്രാവശ്യം നന്നായിട്ട് പഠിക്കണം കേട്ടോ. നിങ്ങളുടെ പരീക്ഷയൊക്കെ തമാശ പറയല്ല, പക്ഷെ കട്ടി പരീക്ഷയൊക്കെ കുറച്ചൊക്കെ. ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, പേടിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അങ്ങനെ പറയണതല്ല. കഴിഞ്ഞ വർഷങ്ങളൊന്നും അങ്ങനെയല്ല അവൾ പറയാറ്. പ്രസവണൊക്കെ തുടങ്ങുമ്പോൾ പറയാറെന്താ, ഇതൊക്കെ ഭയങ്കര എന്താണ് എളുപ്പമാണെന്ന് പറയാറ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കാര്യങ്ങൾ മാറിയിട്ട് പാറ്റേണിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. റിസൾട്ടിൽ എഫക്റ്റീവ് കാണാണ്ട് പിടിയിട്ടില്ല. അപ്പൊ അത് നന്നായി പഠിക്കുന്ന പ്രദേശം നല്ലപോലെ പിടിച്ചോളൂ, നല്ല കിട്ടോളൂ.
പഴയ കളികളൊന്നും നടക്കില്ല. മറ്റേത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് എന്തടിക്കാം, ഫുൾ എറേഴ്സ് അടിക്കാം. ഫിസിക്സിന് കെമിസ്ട്രിക്ക് ഫുൾ അടിക്കാം. പക്ഷെ ഇനി അത് പറ്റില്ല. പ്രീവിയസിനുള്ള അതേ ചോദ്യങ്ങൾ തന്നെ അവിടെ വരുന്നില്ല, പാറ്റേണുകൾ വരുന്നില്ല, മാറ്റങ്ങളുണ്ട്, പുറത്തുനിന്നൊക്കെ ചോദ്യങ്ങളുണ്ട്, കറക്റ്റായി പഠിക്കണം. ഇത് ട്രൂ ഓർ ഫാൾസ്? ട്രൂ അല്ലേ? എന്താ ട്രൂ എന്ന് പറയാനുള്ള കാരണം ശ്രദ്ധിക്കുക. X is an even natural number less than 6. അപ്പൊ ഏതാ വരിക? 2 4 വരുമല്ലോ. പിന്നെ X is a natural number which divides 36. 36 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഇല്ലേ, 5 ഇല്ലേ, 6 ഉണ്ട് അല്ലേ? പിന്നെ ഏതാ? 7 ഉണ്ടോ? ഇല്ല. 8 ഉണ്ടോ? 9 ഉണ്ട് അല്ലേ? 4 വന്ന് 9 ആയിരിക്കും, 6 വന്ന് പിന്നെ 6 തന്നെയാണ്, 3 വന്ന് എത്രയാ? 12, 2 വന്ന് എത്രയാ? 18 അല്ലേ? പിന്നെ 36. അപ്പൊ എന്തായാലും എവിടെയുണ്ട്? അപ്പുറത്തുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് എന്ത് പറയാം? ഇത് സബ്സെറ്റ് ആണ്. അപ്പൊ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് എന്താ? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് മൂന്നാമത്തെ 3.